ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സച്ചിയും അർച്ചനയുമാണ്. സച്ചിയുടെ ജീവിതത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഒരു നിമിഷം ഞെട്ടലോടെ അർച്ചനയെ നോക്കുകയാണ് സച്ചി. താൻ എന്താ ഇപ്പോൾ അങ്ങനെ ചോദിക്കാൻ കാരണമെന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, അത് പിന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഡെലിവറിയൊക്കെ കഴിയുമ്പോൾ അവരുടെ ഭർത്താക്കന്മാർ മറ്റു പെണ്ണുങ്ങളെ തേടി പോകുമെന്ന്. എടോ, അത് ഭാര്യമാരോട് ഇഷ്ടമില്ലാത്ത ഭർത്താക്കന്മാരാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നാലും തനിക്ക് എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തോന്നിയല്ലോ എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന സച്ചിയോട് ക്ഷമ ചോദിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് എല്ലാവരെയും ആഹാരം കഴിക്കാനായി കമലയും മീരയും വിളിക്കുന്നതാണ്. അങ്ങനെ സച്ചിയോട് ഇരിക്കാനായി അർച്ചന പറയുമ്പോൾ എനിക്ക് വേണ്ടെന്നും ഞാൻ വീട്ടിൽ നിന്നും കഴിച്ചിട്ടാ വന്നതെന്നും സച്ചി പറയുന്നു. നല്ല നെയ്ദോശയാണ് സച്ചി കഴിക്കാൻ മീര പറയുമ്പോൾ ഞാൻ കഴിക്കാമെന്നും 2 എനിക്ക് പാക്ക് ചെയ്ത് തരണമെന്നും സച്ചി പറയുന്നു. അതേസമയമാണ് ലച്ചു തന്റെ ആഗ്രഹം പറഞ്ഞത് സച്ചിക്ക് ഓർമ്മ വരുന്നത്. പിന്നീട് കാണിക്കുന്നത് സച്ചി അവിടെ നിന്ന് ദോശയുമായി നേരെ ലച്ചുവിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ്. അങ്ങനെ ലച്ചു സന്തോഷത്തോടെ വന്ന് കഥക് തുറക്കുമ്പോൾ ഒരു സർപ്രൈസ് ഉണ്ട്, ഞാൻ തന്നെ എടുത്തു തരാമെന്ന് പറഞ്ഞ് സച്ചി അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അതേസമയം സച്ചിയെ പിന്തുടർന്നുകൊണ്ട് മൂർത്തിയും ലച്ചുവിന്റെ വീട്ടിൽ എത്തുന്നു. തുടർന്ന് അടുക്കള ഭാഗത്തോട് ചെല്ലുന്ന മൂർത്തി ജനാല വഴി സച്ചിയും ലച്ചുവും കൂടി ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത് കാണുകയാണ്. നെയ്ദോശ കാണുമ്പോൾ ലച്ചുവിന് വളരെയധികം സന്തോഷമാകുന്നു. അതേസമയം തന്നെ ആ രംഗങ്ങളെല്ലാം തന്റെ ഫോണിൽ പകർത്തുകയാണ് മൂർത്തി. ജീവിതത്തിൽ ഇനിയും ഇങ്ങനെയുള്ള സ്വാദ് അറിയാൻ സാധിക്കുമെന്ന് പോലും ഞാൻ കരുതിയതല്ല എന്നൊക്കെ ലച്ചു പറയുകയാണ്. അതേസമയം ഇതെല്ലാം ചിരിച്ചുകൊണ്ട് തൻ്റെ ഫോണിൽ വീഡിയോ എടുക്കുകയാണ് മൂർത്തി. അർച്ചന എന്തൊരു ഭാഗ്യവതിയാ, ആരുമില്ലാത്ത എന്നോട് സച്ചേട്ടൻ ഇത്രയും ആത്മാർത്ഥത കാണിക്കുന്നുണ്ടെങ്കിൽ അർച്ചനയോട് അതെങ്ങനെയായിരിക്കുമെന്ന് ഊഹിച്ചാൽ മതിയല്ലോ. ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ്, അർച്ചനയുടെ ഒരാഗ്രഹവും ഞാൻ നടത്തി കൊടുക്കാതിരുന്നിട്ടില്ല, അവൾ കഴിഞ്ഞ് മറ്റെന്തും എനിക്ക് ഈ ലോകത്തുള്ളൂ. അത്തരം വീഡിയോ എടുത്തതിന് ശേഷം മൂർത്തി അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അനഘയും സ്നേഹയുമാണ്. രണ്ടുപേരും കൂടി കൃഷ്ണന്റെ അമ്പലത്തിൽ വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. രണ്ടുപേരും അനഘ പറഞ്ഞ പയ്യനെ തേടി കൃഷ്ണന്റെ അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. അയാള് ഇവിടെയൊന്നും എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ ഇവിടെയെങ്ങും ഇല്ല, വന്നിട്ടില്ലെന്നാ തോന്നുന്നത്, ഒന്നുകൂടി വിളിക്കണോ എന്ന് അനഘ ചോദിക്കുന്നു. നിനക്ക് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, എങ്കിൽ നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് സ്നേഹ അനഘയും കൊണ്ട് അകത്തേക്ക് പോകുന്നു. അതേസമയം തന്നെ തിരുമേനി പ്രസാദവുമായിട്ട് പുറത്തേക്ക് വരികയും അനഘയുടെ പേര് വിളിക്കുകയും ചെയ്യുന്നു. അനഘ ഞാനാ തിരുമേനി, പക്ഷേ ഞാൻ വഴിപാടൊന്നും എഴുതിച്ചിട്ടില്ലല്ലോ, ഇതാരാ എഴുതിച്ചതെന്ന് സ്നേഹ ചോദിക്കുമ്പോൾ ഒരു പയ്യനാണെന്നും കുട്ടിയുടെ പിറന്നാളാണ് അർച്ചന നടത്താൻ പറഞ്ഞ് രസീത് തന്നിട്ട് പോയതാണെന്നും പറഞ്ഞുകൊണ്ട് തിരുമേനി അകത്തേക്ക് പോകുന്നു. എന്താണെങ്കിലും അവൻ വന്നിട്ടുണ്ടെന്ന് ഉറപ്പാണ്, ഇവിടെ എവിടെയെങ്കിലും മറഞ്ഞു നിൽക്കുകയായിരിക്കും, നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അനഘയും സ്നേഹയും ആ പയ്യനെ തിരക്കി നടക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം ആ പയ്യൻ അവിടെ മറഞ്ഞു നിന്ന് ഇവർ രണ്ടിനെയും നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. തുടർന്ന് അയാൾ വണ്ടിയെടുത്തുകൊണ്ട് പോകുമ്പോൾ അവർ കാണുകയാണ്, എന്നാൽ ഹെൽമെറ്റ് വെച്ചതുകൊണ്ട് അവർക്ക് മുഖം കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് മൂർത്തി ലച്ചുവിൻ്റെയും സച്ചിയുടെയും വീഡിയോ അവന്തികയ്ക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. വീഡിയോ കണ്ടയുടൻ തന്നെ ലക്ഷ്മിയെ അവന്തികയ്ക്ക് മനസ്സിലാവുകയാണ്. ഇത് ലക്ഷ്മിയാണ്, സച്ചിയുടെ പഴയ കാമുകി. ഇവളെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇവൻ കുറേയേറെ നാള് പുറകെ നടന്നതാ. അവളിപ്പോൾ മറ്റൊരാളെ വിവാഹം കഴിച്ച് അമേരിക്കയിലായിരുന്നു. ഇവൾ എന്താണെങ്കിലും അർച്ചനയ്ക്ക് നല്ലൊരു ഒത്ത എതിരാളി തന്നെ ആയിരിക്കും. ഇപ്പൊ തന്നെ ഇത് അർച്ചനയ്ക്ക് അയച്ചു കൊടുത്താലോ എന്ന് മൂർത്തി ചോദിക്കുമ്പോൾ ഇപ്പം അയക്കേണ്ടെന്നും എല്ലാം അളന്നു മുറിച്ചു വേണം ഇനി മുതൽ ചെയ്യാൻ. നേരത്തെ തകർന്നതുപോലെ ഇനിയൊരു തകർച്ച എനിക്ക് താങ്ങാൻ വയ്യെന്നും അവന്തിക പറയുന്നു. സച്ചിയും ലക്ഷ്മിയും കൂടി കുറച്ചുകൂടി എടുക്കട്ടെ, എന്നിട്ടാകാം അർച്ചനയെ വീഡിയോ കാണിക്കുന്നത്. എന്താണെങ്കിലും അവന്തിക നെല്ലിശ്ശേരിയിലേക്ക് തിരിച്ചു കയറുന്ന ദിവസം അവിടെ കുരുതിയായിരിക്കും, കൂട്ടക്കുരുതി തന്നെ ഞാൻ നടത്തിയിരിക്കും. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സച്ചി സന്ദീപിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. സന്ദീപെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതേസമയം ആതിരയും അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അമ്മുക്കുട്ടിയെ കാണാതിരുന്നിട്ട് അർച്ചനയ്ക്ക് നല്ല വിഷമമുണ്ട്. കുറച്ചു ദിവസം അമ്മുക്കുട്ടിയെ വൃന്ദാവനത്തിൽ കൊണ്ടു നിർത്തിയാൽ നല്ലതായിരുന്നെന്ന് സച്ചി പറയുമ്പോൾ ഇത് കേട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് സന്ദീപും ആതിരയും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.